ജലം കൊണ്ട് മാമോദീസ നൽകാൻ വന്നവനാണ് സ്നാപക യോഹന്നാൻ. എന്നാൽ ഈശോ ആകട്ടെ പരിശുദ്ധാത്മാവിനാലും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? വചനത്തിലെ സ്നാപക യോഹന്നാൻ ഈശോയെക്കുറിച്ച് പ്രകാരം പറയുന്നു, അവന് ഇസ്രായേൽ ജനത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ജലം കൊണ്ട് സ്നാനം നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. തുടർന്ന് വചനത്തിൽ ഈശോയെക്കുറിച്ച് പറയുന്നത് അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുമെന്നാണ്. മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരികയാണെങ്കിൽ അതിനു മുൻപ് നമ്മൾ വീടെല്ലാം വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിടും. എന്തിനാ? വിശിഷ്ടമായൊരു വ്യക്തി വീട്ടിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാപം മൂലം ദൈവാത്മാവിനെ നഷ്ടപ്പെട്ട ജനത്തിന് തൻ്റെ ദൈവാത്മാവിനെ തിരിച്ചു നൽകുക എന്നുള്ള ദൈവഹിതത്തിനായിട്ട് ഈശോയെ പിതാവായ ദൈവം അയക്കുകയാണ് പരിശുദ്ധാത്മാവിനെ നൽകാൻ. എന്നാൽ അതിനു മുൻപ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ഉള്ളിൽ നിന്ന് പാപത്തിൻ്റെ കറകൾ മായ്ക്കാൻ വേണ്ടി കഴുകുക എന്നുള്ളൊരു ദൗത്യമാണ് സ്നാപക യോഹന്നാൻ ജലത്തിൻ്റെ മാമോദീസയിലൂടെ നൽകുന്നത്. ഇത്തരത്തിൽ ഒരുക്കപ്പെട്ട ജനത്തിൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകുകയാണ് ഈശോയുടെ സ്നാനം നൽകുന്നത്. വചനം നമ്മളോട് ചോദിക്കുന്നു, മാമോദീസയിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഇനിയും കഴുകി മാറ്റപ്പെടേണ്ടതായിട്ടുള്ള കറകളും മാലിന്യവും കുമിഞ്ഞു കൂടിയിട്ടുണ്ടോ?